ഗൈസ്, ഇന്ന് ഉമ്മച്ചി ഒരു നെച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഉമ്മ ഗ്യാസിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ആ പാത്രം നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ്, ആവശ്യത്തിന് നല്ലതായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഉള്ളി ഇടുമ്പോൾ നന്നായിട്ട് വരേണ്ടതല്ലേ, നന്നായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ സവാള, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് വിടണം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് മിക്സാക്കി നല്ല ഫ്രഷായിട്ട് മിക്സ് ആക്കണം. പിന്നെ ഗൈസ്, വേറൊരു പാത്രത്തിൽ അരിയൊക്കെ ഉമ്മച്ചി കഴുകാൻ വേണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഗൈസ്, നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ചോറിനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ആ പാത്രം മൊത്തത്തിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, അത് നന്നായിട്ട് മിക്സൊക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ കറിയൊക്കെ അടുപ്പിൽ റെഡിയാണ്. 2 അടുപ്പിൽ ഓരോന്ന് സാധനങ്ങളൊക്കെയാണ് ഗൈസ്. പിന്നെ ഗൈസ്, അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, അതിൻ്റെ അകത്തേക്ക് ഒരു വാനില എസൻസ് ഒഴിക്കുകയാണ്. അങ്ങനെ എന്തോ പറയും ഗൈസ്. പിന്നെ അരി രണ്ടും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര്. പിന്നെ ഗൈസ്, അത് നമ്മൾ അടച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ്, അരിയൊക്കെ കഴുകാൻ വേണ്ടി പോവാണ് ഗൈസ്. അതിനിട്ട് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അരിയൊക്കെ കഴുകി ഗൈസ്. അരിയൊക്കെ ഇടാവുന്ന നേരം കൊണ്ട് ഞാൻ കുറേ നേരം ടേബിളിൻ്റെ ഇടയിൽ പോയിട്ട് ഉപ്പും മുളകൊക്കെ കുറേ നേരം കണ്ട് ഗൈസ്. ഉമ്മാക്ക് ഇനി അത് വെള്ളം ചൂടാവണ്ട, അതിന് വേണ്ടിയിട്ട് കുറേ നേരം ഉപ്പും മുളകൊക്കെ കണ്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആ ടൈമൊക്കെ ആയ സമയത്ത് നമുക്കിനി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി വെന്താന്ന് ഗൈസ്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. നല്ല വറ്റിച്ചെടുത്ത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് അടച്ച് വയ്ക്കണം. അങ്ങനെ ഗൈസ്, ചോറൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളിത് ഒന്ന് കുട്ടി അമ്മിക്കല്ലില്ലേ, അതിൻ്റെ മണ്ടയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ നേരെ കുളിക്കാനാണ് പോകുന്നത് ഗൈസ്. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഉമ്മച്ചി, വാപ്പുമ്മ, താത്തി ഇവരൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം വീണ്ടും കാത്തിരിപ്പോടെ നിന്ന്. അങ്ങനെ ഗൈസ്, കുറച്ച് നേരം കാത്തിരിപ്പോടെ ഭക്ഷണങ്ങളൊക്കെ ടേബിളിൻ്റെ മണ്ടയിലെത്തി. ഞാനൊന്നും നോക്കിയില്ല, നന്നായിട്ട് കത്തി വാരി തിന്നുന്നുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെ വീട്ടിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.